സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മുടെ ഇന്നത്തെ അതിഥി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സാർ നമസ്കാരം. നമസ്തേ ദീപദാസ്. സാർ, ഈ ലേസർ ആയുധങ്ങൾക്ക് ഇന്ത്യ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ഉപഗ്രഹങ്ങളെ തകർക്കാൻ ലേസർ ആയുധങ്ങൾക്ക് കഴിയും എന്നാണ് പറയുന്നത്. സാർ, എന്തായാലും മറ്റ് രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യ ലേസർ ആയുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള വാർത്തകൾക്ക് എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടോ? ഒന്ന് പറയാമോ സാർ? ഉപഗ്രഹങ്ങളെ തകർക്കാനുള്ള അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾക്ക് കേടുപാടുകൾ വരുത്താൻ ശേഷിയുള്ള ലേസറുകൾ നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ട് DRDO മുന്നോട്ട് പോവുകയാണ്. ഇതിനൊരു കാരണമുണ്ട്. ഇന്ത്യൻ ഉപഗ്രഹങ്ങൾക്ക് നേരെയും കഴിഞ്ഞ കുറച്ചു നാളായിട്ട് വലിയ ഒരു തോതിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഈ ആക്രമണങ്ങൾ കാരണമാണ് ഇത്തരം ഒരു പദ്ധതിയിലേക്ക് ഇന്ത്യയും പോകുന്നത്. ഇത്തരം ആയുധങ്ങൾ ലോകത്തിൽ ഇപ്പോ തന്നെ നിലവിൽ വന്നു കഴിഞ്ഞു. 30 കിലോവാട്ട് ശക്തിയുള്ള ഒരു ലേസർ ഇന്ത്യ ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വികസിപ്പിച്ചു. 50 കിലോവാട്ട് ശേഷിയുള്ള ലേസറിന്റെ പരീക്ഷണങ്ങളൊക്കെ പലതും വിജയമായിരുന്നു. അതിന്റെ പൂർണ്ണ പരീക്ഷണം, അതായത് അതിന്റെ അവസാന പരീക്ഷണം ഇനി വരുന്ന ദിവസങ്ങളിൽ നടക്കും. അപ്പോ ഈ 30 കിലോവാട്ട് ശേഷിയുള്ള ഒരു ലേസറിന് ഒരു 5-5.5 കിലോമീറ്റർ ദൂരത്ത് വെച്ച് തന്നെ ഒരു ഡ്രോണിനെയൊക്കെ തകർത്ത് കളയാനുള്ള ശേഷിയുണ്ട്. അത്തരം ലേസർ ഇപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ സൈന്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. 5 കിലോവാട്ട് ശേഷി തൊട്ട് 30 കിലോവാട്ട് ശേഷി വരെയുള്ള ലേസർ ആയുധങ്ങൾ നമ്മൾ വികസിപ്പിച്ച് അത് നമുക്ക് ഇപ്പൊ തന്നെ ഓപ്പറേഷണലൈസ് ചെയ്ത് കഴിഞ്ഞു. 50 കിലോവാട്ടിന്റെ വന്നു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി വലിയ ഒരു നേട്ടമായിരിക്കും. ഏതാണ്ട് 20-25 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ ശത്രുവിന്റെ എയർബോൺ അറ്റാക്കുകൾ, അതായത് ആകാശത്തു കൂടി വരുന്ന ആക്രമണങ്ങളെ തകർത്ത് കളയാനുള്ള ശേഷിയുള്ള ആയുധങ്ങളാണ് ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതില് ഇന്ത്യയുടെ ലക്ഷ്യം 300 കിലോവാട്ട് ശേഷിയുള്ള ആയുധങ്ങൾ വരുന്ന വർഷങ്ങളിൽ, അത് ഏതാണ്ട് എനിക്ക് ഉറപ്പുണ്ട് 2030 അത്തരം ആയുധങ്ങൾ ഇന്ത്യ വികസിപ്പിച്ചിരിക്കും. അതിന് അത്ര വലിയ സമയമൊന്നും വേണ്ട. ഇപ്പോ 50 കിലോവാട്ട് ശേഷിയുള്ള ലേസർ ഉത്പാദിപ്പിക്കുന്ന ഉപകരണം ഇപ്പൊ തന്നെ നമുക്ക് വരുന്ന മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിന് താഴെ അതിന് മതിയാകും അത് ഓപ്പറേഷണലൈസ് ചെയ്യാനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഈ ഒരു ആശയം ഒട്ടും തന്നെ അതൊരു ഫാർഫെച്ച്ഡ് എന്ന് പറയുന്ന രീതിയിലുള്ള, അതല്ലെങ്കിൽ അസംഭവ്യമായ ബാലികേറാമലയാണെന്നൊന്നും ആരും കരുതേണ്ട കാര്യമില്ല. അതാണ് എനിക്കിത് ആദ്യമേ പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ വിഷയം, ഈ ഉപഗ്രഹങ്ങൾ യുദ്ധം ഇതുവരെയുള്ള സമയങ്ങളിലൊക്കെ കരയിലും ഭൂമിയിലും ആകാശത്തിലുമായി, അതായത് ഇൻഫാൻട്രി, ആർട്ടിലറി ഒക്കെ കരയിലും, അതുപോലെ ആകാശത്തുകൂടി ഹെലികോപ്റ്റർ, ഈ ഫൈറ്റർ ജെറ്റ്, ഡ്രോണുകൾ, ഇതൊക്കെയാണെങ്കിൽ കടലിലൂടെ സബ്മറീൻസ്, അന്തർവാഹിനികളും യുദ്ധക്കപ്പലുകളും. പക്ഷേ ഇപ്പോൾ തന്നെ യുദ്ധം ബഹിരാകാശത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ ബഹിരാകാശമായിരിക്കും ഏറ്റവും കൂടുതൽ യുദ്ധങ്ങളെ നിയന്ത്രിക്കുന്നത്. ഈ ഉപഗ്രഹങ്ങളെ നേരിടുന്നത് അപ്പോൾ യുദ്ധത്തിന്റെ ഒരു ഭാഗം, ശത്രുവിനെ ഡിസാം ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ഉപഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന വിവരങ്ങളാണ്, പ്രത്യേകിച്ച് ഞാനിപ്പോ പറഞ്ഞാല് ഒരു ഉദാഹരണത്തിന് ഉപഗ്രഹം ഉപഗ്രഹത്തിൽ നിന്നാണ് നമുക്ക് ഈ ശത്രുവിന്റെ നീക്കങ്ങളെ കുറിച്ച് കൃത്യമായ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരം എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളുടെ ഒരു എണ്ണം, അല്ലെങ്കിൽ അത്തരം സാറ്റലൈറ്റുകളെ തൽക്കാലത്തേക്കൊന്ന് കണ്ണടപ്പിച്ചാലും അതിന് വലിയൊരു പ്രാധാന്യം ഉണ്ടാകും യുദ്ധത്തിൽ. ശത്രുവിനെ ദുർബലമാക്കുക എന്നുള്ളതാണ് ഈ തന്ത്രത്തിന്റെ ഏറ്റവും പ്രധാനം. 2-3 തരത്തിലുണ്ട്. ഡാസ്ലിംഗ് എന്ന് പറയും. ഇത്തരം ഒരു ലേസർ, ഇപ്പൊ ഞാനീ പറഞ്ഞ ഒരു 100 കിലോവാട്ടിന്റെ ലേസറൊക്കെ തൽക്കാലത്തേക്ക് ശത്രുവിന്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ, അതുപോലെ ശത്രുവിന്റെ ക്യാമറകളെ ഒക്കെ തൽക്കാലത്തേക്ക് അത് ഡാസിൽ ചെയ്യുക എന്ന് പറയും. പെട്ടെന്ന് അങ്ങ് അതിന്റെ കണ്ണഞ്ചിപ്പിക്കും.
അപ്പൊ കുറച്ച് സമയത്തേക്ക് അത് പ്രവർത്തിക്കില്ല. കുറച്ച് സമയത്തേക്ക് പ്രവർത്തിക്കില്ല. ഒരു 200 കിലോ വാട്ടിന്റെ ലേസറിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആ സിസ്റ്റത്തിന് പെർമനന്റ് ആയിട്ട് ഡാമേജ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊന്നും അത്ര വിദൂരമായിട്ടുള്ള കാര്യമല്ല. 50 കിലോ വാട്ടിന്റെ ലേസർ വരുമ്പോൾ തന്നെ പല അതായത് ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന ഭ്രമണ പഥങ്ങളിലൂടെയാണ് അത് പോകുന്നത്. ഇത്തരം ഉപഗ്രഹങ്ങൾ അതിവേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അതായത് മണിക്കൂറിൽ ഏതാണ്ട് 28,000 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇതിനെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അതീവ കൃത്യതയോടുകൂടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചാണ് ഈ ടാർഗറ്റിംഗ് നടക്കുന്നത്. ഇതാണ് ഇത്തരം ലേസറുകൾ നേരിടുന്ന ഒരു വെല്ലുവിളി. അതായത് വളരെ കൃത്യതയോടെ ഒരു ഗൈഡൻസ് സിസ്റ്റം വേണം ആ ഉപകരണത്തിന്. അതായത് ഇത്ര സമയത്ത് ഈ ഉപഗ്രഹം ഇന്ന സ്ഥലത്ത് എത്തും എന്ന് കരുതി ആ സ്ഥലത്തോട്ടാണ് ഈ ലേസർ വിടേണ്ടത്. കാരണം ഇത് ഭൂമിയിൽ നിന്ന് സഞ്ചരിച്ച് അവിടെ എത്താനുള്ള ഒരു മില്ലി സെക്കൻഡുകൾ പോലും കൊണ്ട് ഉപഗ്രഹം രക്ഷപ്പെട്ടേക്കാം. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ കൃത്യമായിട്ടും ഈ ടാർഗറ്റിനെ വളരെ കൃത്യതയോടെ നമുക്കത് സാധിക്കും. എന്താന്ന് വെച്ചാല് നമുക്ക് ഒരു ഭ്രമണ പഥത്തിലൂടെ പോകുന്ന ഒരു ഉപഗ്രഹത്തെ മിസൈൽ കൊണ്ട് ഇടിച്ച് അതിനെ തീർത്ത രാജ്യമാണ് നമ്മൾ. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ലേസർ ഉപയോഗിക്കുന്നതിനും ആ കാൽക്കുലേഷനും ആ തരത്തിലുള്ള അതിന്റെ AI-യുടെ കണക്കൂട്ടലുകളും ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ കൈവശമുണ്ട്. അപ്പം ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഈ തൽക്കാലം ഇത് ഞാനീ പറഞ്ഞ ആന്റി സാറ്റലൈറ്റ് മിസൈൽസിനോടൊപ്പം പ്രയോഗിക്കുന്ന അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള അതിന് സഹായകരമായിട്ടുള്ള മറ്റൊരു വെപ്പണാണിത്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടായിരിക്കും ഉപഗ്രഹങ്ങൾക്ക് നേരെ ഇത് നമ്മൾ പ്രയോഗിക്കാൻ പോകുന്നത്. ഈ ലേസർ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി, ഈ ലേസർ രശ്മികൾ ആകാശത്തിലൂടെ പോകുമ്പം ഈ അന്തരീക്ഷത്തിലെ ഡിസ്റ്റർബൻസസ് ഒക്കെ ഇതിന്റെ ശക്തി കുറയ്ക്കാം, ഇതിന്റെ പവർ കുറെ അങ്ങ് അബ്സോർബ് ചെയ്യപ്പെട്ടു പോവാം, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതിനെ മറികടക്കുക. അതുപോലെ ഈ ലേസർ ഇപ്പം 100 കിലോ വാട്ടിന്റെ ഒക്കെ ലേസർ ഉത്പാദിപ്പിക്കുമ്പോഴത്തേക്കും ആ ഉപകരണങ്ങൾ തന്നെ അതിന്റെ ചൂട് കൊണ്ട് കത്തിപ്പോകാം. അപ്പം നമ്മൾ മുൻപ് പറയുന്നത് പോലെ ഈ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുമ്പോൾ നമ്മൾ അലോയികൾ നിർമ്മിക്കുന്ന പോലെ ഈ അലോയികളുടെ ഈ ഒരു 2000 ഡിഗ്രി ചൂടുണ്ടായാലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അലോയികളായിരിക്കും ഇത്തരം ലേസർ ഗണ്ണുകളിലൊക്കെ ഉപയോഗിക്കാൻ പോകുന്നത്. അതാണ് മറ്റൊരു പ്രത്യേകത. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൺവെൻഷണൽ ആയുധങ്ങളോടൊപ്പം ഉപയോഗിക്കുന്ന മറ്റൊരു ആയുധമാണ്. ഇപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഈ ഉപഗ്രഹങ്ങൾക്ക് നേരെ പ്രയോഗിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പൾസ് ലേസറുകൾ എന്ന് പറയുന്ന ലേസറുകൾ. 2 തരത്തിലാണ് ലേസർ. കണ്ടിന്യൂസ് വേവ്, തുടർച്ചയായ തരംഗങ്ങൾ വരും. പൾസ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കിങ്ങനെ പെട്ടെന്ന് ഒരു വലിയ ഔട്ട് ബസ്റ്റുകളാണ്. അതായത് ഇത് ഒരു ലേസറിന്റെ ഒരു പാക്കറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് സാധാരണ രീതിയിൽ എടുക്കരുത്. അതിന്റെ ഒരു ഊർജത്തിന്റെ ഒരു പാക്കറ്റ് പെട്ടെന്ന് പുറത്തോട്ട് പോകുക, അതിന്റെ പുറകെ മറ്റൊരു പാക്കറ്റ്, ഇങ്ങനെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ കൂടുതൽ ഊർജ നഷ്ടം സംഭവിക്കാതിരിക്കാനാണ്. തുടർച്ചയായിട്ട് പോകുന്ന വേവ് ലേസറുകളിൽ ഊർജ നഷ്ടം ഉണ്ടാകും. അത് സംഭവിക്കാതിരിക്കാനാണ് ഈ പൾസ് ലേസർ ഉപയോഗിക്കുന്നത്. അപ്പൊ പൾസ് ലേസറുകളായിരിക്കും നമ്മുടെ ഈ വരും ദിവസങ്ങളിൽ നമ്മളുടെ ആയുധത്തിൽ ഉണ്ടാകുക. ഉപഗ്രഹങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതുപോലെ അത് ഭൂമിയിൽ നിന്നും ഇപ്പം എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്, നിരീക്ഷണ അല്ലെങ്കിൽ ചാര ഉപഗ്രഹങ്ങളൊക്കെ എന്നൊക്കെ നമ്മൾ പറയുന്ന അത്തരം ഉപഗ്രഹങ്ങളിൽ ഭൂമിയെ നിരീക്ഷിക്കുന്ന അതിന്റെ ക്യാമറകളൊക്കെ തന്നെ തകർക്കാൻ പറ്റും ലേസർ കൊണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ശത്രു പെട്ടെന്ന് ദുർബലമാവുകയാണ്. ശത്രുവിന്റെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ തകർക്കപ്പെടുന്നു. ശത്രുവിന് എതിർ രാജ്യത്തിന്റെ സൈനിക നീക്കങ്ങളെ അല്ലെങ്കിൽ ആയുധ വിന്യാസത്തെയൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നു. ലക്ഷ്യസ്ഥാനം കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു. തെറ്റായ ലക്ഷ്യങ്ങളിലേക്ക് അവര് ആയുധങ്ങൾ അയക്കുന്നു. ഇപ്പം സാധാരണഗതിയിൽ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനം കൊണ്ട് ജാമിങ്ങും സ്പൂഫിങ്ങും ഒക്കെ കൊണ്ടാണെങ്കിൽ ഇവിടെ അതല്ല. ഇവിടെ ആ സ്പൂഫിങ്ങിന് പ്രത്യേകം ഇലക്ട്രോണിക് വാർഫെയർ ഒന്നും വേണ്ട, അല്ലാതെ തന്നെ അവർക്ക് തെറ്റാൻ തുടങ്ങും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇത്തരം ഉപകരണങ്ങൾ വരും ദിവസങ്ങളിലെ യുദ്ധത്തിൽ പരമ്പരാഗത ഉപകരണങ്ങളോടൊപ്പം തന്നെ ഉപയോഗിക്കുന്നത് ഇനി അധികം താമസം ഉണ്ടാവില്ല. ഇനി ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞാൽ
യഥാർത്ഥത്തിൽ മറ്റു പല ആയുധങ്ങളെയും ഈ ലേസറുകളും അതുപോലെ മറ്റു തരത്തിലുള്ള ഊർജ വെപ്പണും അത് റീപ്ലേസ് ചെയ്യുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിന് പൊതുവെ പറയുന്ന പേരാണ് ഡയറക്റ്റഡ് എനർജി വെപ്പൺ. ഇപ്പൊ റേഡിയോ തരംഗങ്ങള്, മൈക്രോവേവ്, അതായത് മൈക്രോവേവ് തരംഗങ്ങള്, ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ്, ഇതൊക്കെ ഉപയോഗിക്കുന്ന ഇത്തരം ആയുധങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരാണ് ഡയറക്റ്റഡ് എനർജി വെപ്പൺ. കാളി എന്ന പേരിൽ ഈ ഒരു ഡയറക്റ്റഡ് എനർജി വെപ്പണിന്റെ ഒരു പ്രത്യേക പദ്ധതി തന്നെ നമുക്കുണ്ട്. അതുപോലെ ദുർഗ എന്ന പേരിലുള്ളതാണ് ഈ ലേസറുകൾക്ക് ഈ കാളി എന്ന പൊതു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ദുർഗ പദ്ധതി. അപ്പോ ഈ ആയുധങ്ങൾ കാര്യത്തിൽ ലോകത്തില് ശരിക്കും പറഞ്ഞാല് ചൈനയോടും അമേരിക്കയോടും ഇസ്രായേലിനോടും ഒപ്പം തന്നെയാണ് നമ്മള് പണ്ടൊക്കെ ആയുധ നിർമ്മാണ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും വളരെ പിന്നിലായിരുന്നു. അമേരിക്കയോ എന്തിന് ചൈനയുടെ തന്നെ ടെക്നോളജികൾ നാളുകൾക്ക് ശേഷമാണ് നമുക്ക് സ്വായത്തമാക്കാൻ പറ്റിയിരുന്നു. പക്ഷേ ലേസറുകളുടെ ഈ ലോകത്തിൽ, ഡയറക്റ്റഡ് എനർജി വെപ്പൺസിന്റെ ഈ ലോകത്തിൽ നമ്മൾ ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ ഒപ്പമാണ്. ഇസ്രായേലിന്റെ ഗോൾഡൻ അയൺ ഡോം അല്ല, പുതിയ അവർ നിർമ്മിക്കാൻ പോകുന്ന ഗോൾഡൻ ഡോം അമേരിക്കയും അതിൽ പങ്കാളിയാണ്. അപ്പൊ അതിലൊക്കെ തന്നെ ലേസർ ആയിരിക്കും ഡ്രോണുകൾക്കെതിരെ പ്രയോഗിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു ശക്തി ആയുധം. ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ സൈന്യത്തിന്റെ ഭാഗമാക്കുന്ന ഭാർഗവാസ്ത്ര എന്നൊരു ഡ്രോൺ പ്രതിരോധ സംവിധാനമുണ്ട്. അതില് ചെറിയ ശക്തിയുള്ള 5 കിലോ വാട്ട് ശക്തിയുള്ള ലേസറുകൾ മൈക്രോ മിസൈലുകളോടൊപ്പം തന്നെ അതിലുണ്ട്. ഈ ലേസറുകൾ സ്വാം ഡ്രോണിനെതിരെ ഉപയോഗിക്കാനുള്ളതാണ്. അപ്പം ചുരുക്കി പറഞ്ഞാല് ലോകത്തിന്റെ ഈ ഡയറക്റ്റഡ് എനർജി വെപ്പൺ, ലേസർ ഉൾപ്പെടെയുള്ള എല്ലാത്തരം ഡയറക്റ്റഡ് എനർജി ആയുധങ്ങളുടെ നിർമ്മാണത്തിലും അതിന്റെ വിന്യാസത്തിലും ഇന്ത്യ മറ്റു രാജ്യങ്ങളോടൊപ്പം തന്നെയാണ്. അതായത് മറ്റു രാജ്യങ്ങളെന്ന് ഞാൻ പറയുന്ന അമേരിക്കയോടും ചൈനയോടും ഇസ്രായേലിനോടും ഒക്കെ ഒപ്പം തന്നെയാണ്. അപ്പോ ഇത് വലിയൊരു നേട്ടമാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ 50 കിലോ വാട്ടിന്റെ ലേസർ അധികം താമസിയാതെ തന്നെ നമ്മൾ വികസിപ്പിച്ചെടുക്കും. അത് ഒരു 2 കൊല്ലത്തിനുള്ളിൽ 100 കിലോ വാട്ടിന്റെ ലേസർ ഇന്ത്യൻ സൈന്യം ഓപ്പറേഷണലൈസ് ചെയ്യും എന്നാണ് കരുതപ്പെടുന്നത്. അതായത് 2029 മുൻപായിട്ട് തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായിട്ട് 100 കിലോ വാട്ട് ശക്തിയുള്ള ലേസർ ആയുധം ഉണ്ടാകാനാണ് ഏറ്റവും അധികം സാധ്യത. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ലേസർ ആയുധങ്ങളുടെ പേരുകളാണോ ഈ കാളി, ദുർഗ എന്നൊക്കെയുള്ള പേര് സാർ പറഞ്ഞത്? ലേസർ ആയുധങ്ങൾ? അതെ. അതായത് ആയുധങ്ങളുടെ പേരല്ല, ആ പ്രോജക്റ്റിന്റെ പേരാണ്. ആ പ്രോജക്റ്റ് ഇപ്പൊ ലേസർ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രോജക്റ്റ് ആണ് ദുർഗ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയുന്നത്, നിങ്ങള് 2019 ആന്റി സാറ്റലൈറ്റ് മിസൈൽ വിക്ഷേപിച്ചപ്പോ ആ പ്രോജക്റ്റിന്റെ പേര് മിഷൻ ശക്തി എന്നായിരുന്നു. അപ്പൊ ആ മിസൈലിന് വേറെ പേരായിരിക്കും ഇടുന്നത്, പക്ഷെ മൊത്തത്തിൽ ആ പ്രോജക്റ്റിന്റെ പേര്. അപ്പൊ അതുപോലാണ് ഈ ദുർഗ, കാളി എന്നൊക്കെ ഉള്ളത് ഈ പ്രോജക്റ്റുകളുടെ പേരാണ്. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ പരീക്ഷണങ്ങളും കൂടുതൽ വിശദാംശങ്ങളും ഒക്കെ പുറത്തു വരുന്ന മുറയ്ക്ക് നമുക്ക് കൂടുതൽ വിശകലനങ്ങളുമായിട്ട് വീണ്ടും നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സാർ.